ഞാൻ ആഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഇല്ല സാർ, ഞാൻ എല്ലാ ദിവസവും കൃത്യം 9:48 ഇവിടെ നിന്ന് പുറപ്പെടാറുള്ളത്. അതെ അതെ, കൃത്യനിഷ്ഠയാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, ജനുവരി 25-ാം തീയതി അല്ലേ ഞാൻ കൃത്യമായി എത്തിയിരിക്കും. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ടൗൺ ഹാളിൽ വെച്ചല്ലേ? കെ മോഹനകൃഷ്ണൻ ഒരു കാര്യവും മറക്കില്ല സാർ. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അതും പറയുന്നവരാണ് മോഹനയുടെ തന്നെ. ഇങ്ങനെ സ്വയം പറയാതെ അത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ യോഗ്യന്മാർ. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ എന്നെ വെല്ലാൻ ഒരാളില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പൊങ്ങച്ച പറച്ചിലല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്തിരിക്കും എന്ന് നീ തന്നെ പറയാറില്ലേ? എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കും. ഞാൻ ഇന്ന് മോഹനേട്ടന്റെ ഓർമ്മയൊന്ന് പരീക്ഷിക്കാൻ ഇരിക്കുകയായിരുന്നു. ഒട്ടും പരീക്ഷിക്കണ്ട. നിന്റെ ജോലിയുമായി ബന്ധപ്പെടാത്ത എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറയും. ഈ പന്തയത്തിൽ മോഹനയുടെ തോറ്റാൽ എനിക്കൊരു സാരി. സമ്മതിച്ചു. ഇനി പറയും, ഏത് ദിവസത്തിന്റെ പ്രത്യേകതയാണ് നീ ചോദിക്കുന്നത്? ഇന്ന് ജനുവരി 15. ഇന്നെന്ത് പ്രത്യേകത? അതാണ് പറയേണ്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ സാരി വാങ്ങിത്തരാൻ പാടിയേക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ പറ്റി എന്തോ പറയുന്നത് കേട്ടല്ലോ. എന്താ സ്വയംപ്രഭ ഒന്നും പറയാത്തത്? എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അങ്ങനെയൊന്നുമില്ല സർ. എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഞാൻ കയറി വരുമ്പോൾ സ്വയംപ്രഭ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ്. അതെന്താണ് എന്ന് എനിക്കറിയണം. അതെന്തിനാ സാർ അറിയുന്നത്? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, എനിക്കറിഞ്ഞേ പറ്റൂ. അതുകൊള്ളാം. സാറ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനായിരിക്കും, അത് ആഫീസ് കാര്യത്തിൽ. സ്വയംപ്രഭയുടെ വ്യക്തിപരമായ കാര്യത്തിൽ എന്തിനാ സാർ ഇടപെടുന്നത്? ഇതെങ്ങനെ വ്യക്തിപരമായ കാര്യമാകും? സ്വയംപ്രഭ പറയൂ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാനും വിനയനും തമ്മില് 5-6 വർഷമായിട്ട് അടുപ്പത്തിലാണെങ്കിലും വിനയൻ എനിക്ക് ആദ്യമായിട്ടൊരു ഉമ്മ തന്നത് ജനുവരി 15-ാം തീയതിയാ. പ്രഭയെ കല്യാണം കഴിക്കാൻ പോകുന്ന വിനയൻ. എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ഞാൻ വരുന്ന കാര്യം സാർ അറിയരുത്. ഇന്നത്തെ ദിവസം സാറിനെ കാണരുത്. സാർ മൊബൈലിൽ വിളിച്ചാൽ എടുക്കരുത് എന്നൊന്നും വക്കീല് പറയൂലല്ലോ. കാര്യമുണ്ട്, പക്ഷേ അതൊരു കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉത്തമൻ അറിയാലോ. ഇന്നെന്റെ പിറന്നാളാണ്. അപ്പൊ ഉത്തമനെങ്കിലും അത് ഓർമ്മയുണ്ട്. സത്യം പറയാലോ വക്കീലെ, കഴിഞ്ഞ കൊല്ലം വരെ ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം എന്റെ പിറന്നാളിന് നിങ്ങൾ രണ്ടുപേരും ഒരു സമ്മാനം തന്ന നിലയ്ക്ക് ഞാനത് മറക്കുവോ? ഉത്തമൻ മറന്നില്ല, പക്ഷേ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്ന വില്ലേജ് ഓഫീസർ അത് മറന്നുപോയി. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നെന്ന് ഞാൻ പറഞ്ഞിട്ടും മോഹനേട്ടത് മനസ്സിലായില്ല. സുകുമാരൻ വരുമ്പോ സാർ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ അറിഞ്ഞു. സാറിന് സുകുമാരനെ അറിയാമോ? എനിക്ക് പരിചയമില്ല, പക്ഷെ ഭാമയ്ക്ക് പരിചയമുണ്ട്. ഇന്നലെ ടൗണിൽ വെച്ച് സുകുമാരനെ കണ്ട കാര്യം ഭാമ പറഞ്ഞു. ആളൊരു ഉപകാരിയാ സാർ. ആർടി ഓഫീസിലെ എന്ത് കാര്യവും പെട്ടെന്ന് ശരിയാക്കി തരും. ആ പോക്കുവരവ് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റിയാൽ. അതെങ്ങനെ പറ്റും? പോക്കുവരവുള്ള അപേക്ഷ കിട്ടി 30 ദിവസം കഴിയാതെ പോക്കുവരവ് ചെയ്യാനുള്ള നിയമമുണ്ടോ? ഇല്ലല്ലോ. അല്ല സാർ, സുകുമാരനെ കൊണ്ട് നിങ്ങൾക്കൊക്കെ ഉപകാരം കാണും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുകുമാരൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സർക്കാർ ശമ്പളവും കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പോക്കുവരവ് നടത്തി സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ്ട് വരുന്നത് സാറ്. എത്തിയല്ലോ. ഓർമ്മ കൊണ്ടുള്ള ആ കളി ഇന്ന് തീരണം. കുറെ കാലം ഞാനത് കേൾക്കുന്നു.
നമസ്കാരമുണ്ട് സാർ. ഉത്തമൻ എന്താ ഈ സമയത്ത്? അല്ല സാറ്, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ വെറുതെ ഇവിടെ ഒരു കുറച്ച് സമയം നിന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇതുവഴി വെറുതെ അല്ല. വന്നിട്ട്. രാവിലെ ഞാൻ മോഹനോട് പറഞ്ഞ കാര്യം എന്തായി? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എന്തായാലും ഒരു ദിവസം മുഴുവനും തലപുകച്ചില്ലേ. ഇനി സംഭവം ഞാൻ പറയാം. ഇന്ന് ഉത്തമന്റെ പിറന്നാളാ.